പൊളിറ്റിക്സിനെ വിലയിരുത്തിക്കൊണ്ട് രാജ്യത്ത് നടക്കുന്ന ഭരണ സംവിധാനങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് യുവാക്കളായിട്ടുള്ള ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ രംഗത്ത് വരുന്നത് അത് ഏത് രീതിയിലാണെങ്കിലും സ്വാഗതം ചെയ്യേണ്ടതാണ്. ഭയപ്പെടുന്നവർ അധികാരികളാണ്. അത്തരം ഭയപ്പാടുകൾ കൊണ്ട് പിരിഞ്ഞു പോകുന്ന ആളുകളല്ല ഇത് എന്നുള്ളത് ആദ്യത്തെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ച് രണ്ടാമത് തുറന്നപ്പോഴേക്ക് വീണ്ടും മനസ്സിലായല്ലോ. 3 ദിവസം കൊണ്ട് BJPയെ പോലെ വലിയൊരു പാർട്ടിയുടെ എക്സ് ഫോളോവേഴ്സിനേക്കാൾ വലിയ ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ മൂവ്മെൻ്റ് അല്ല. ആ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം അതിനുണ്ട്. ആ അർത്ഥത്തിൽ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ വലിയ സാധ്യതകളുണ്ട്. അത് അർത്ഥത്തിൽ അതൊരു പോസിറ്റീവായ ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് ഒരു രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തലമുറയുടെ നീക്കങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഞാൻ ആ ഒരു കോക്രോച്ച് എന്ന പാർട്ടിയെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല, ഇതുപോലത്തെ മൂവ്മെൻറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടായി വരണം. ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭരിക്കുന്നവരാരാണെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സംഘടനകൾ രൂപീകരിച്ച് അഭിപ്രായങ്ങൾ പറയാം, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാം. ഇതൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ നവീകരിക്കുകയുള്ളൂ. ആ നവീകരണത്തെ ഭയപ്പെട്ടുകൊണ്ട് അവരെ നിരോധിക്കാനോ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിക്കാനോ ഒക്കെ പോകുന്നത് അബദ്ധമാണ്, ബാലിശമാണ്. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്ന പോലെ കോക്രോച്ചിനെ പേടിച്ച് എക്സ് ചുടുക എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറുന്നതൊക്കെ ഭരണാധികാരികൾ അവരെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അത് ബാലിശമായ കാര്യമാണ്. അതേസമയം അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കണം. പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇന്ത്യയിൽ അങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാരെയൊക്കെ ഉണ്ടാക്കിയത് ആ തരത്തിലുള്ള മൂവ്മെൻറ്റുകളാണ്. ആ മൂവ്മെൻറ്റുകളാണ് ഗവൺമെൻറ്റുകളെ കടപുഴക്കാൻ മാത്രം വലിയ മൂവ്മെൻറ്റുകളായി മാറിയത്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ 10-15 വർഷമായി ഇന്ത്യയിലുള്ള BJPക്ക് അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഒരു ഓഡിറ്ററായി കോക്രോച്ച് വരികയാണെങ്കിൽ വരട്ടെ.